ഞാൻ നെല്ല്, കപ്പ, ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനെ പല കൃഷി എല്ലാ കൃഷിയും ചെയ്യുകയാണ്. എന്നാൽ ഒരു കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലമായിപ്പോൾ ഭർത്താവ് പോയ കൃഷി വേണ്ടാന്ന് വെച്ചു. പശു 40-40 കൊല്ലമാണ് പശുവിനെ വളർത്തുന്നത്. അത് സ്ഥിരമായിട്ട് വളർത്തി ഒരുപാട് സ്ഥലമില്ല, 15 സെന്റ് സ്ഥലമില്ല. കർഷക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പായം കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സദസ്സും ഞാറ്റുവേല ചന്തയും പായം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിപുലമായി നടന്നു. കൃഷി ഓഫീസർ അശ്വിൻ എസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി PN അധ്യക്ഷത വഹിച്ചു. പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാണമുണ്ടയിലെ നെൽവയലുകൾ, ചിങ്ങാക്കുട്ടം പ്രദേശത്തുള്ള നെൽവയൽ, കോളിക്കടവ്, ഇതാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അതിപ്പോൾ കാര്യമായി മാറുക. ഇപ്പോൾ നമ്മുടെ മോഹനായിട്ടുള്ള ഒരു പറ്റാവുന്ന സമയത്ത് ഇപ്പോൾ വയലില്ല. അദ്ദേഹം ഒരു റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ വയലിൽ അത്ര സ്നേഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അത്ര ആളുകളുണ്ട് ഇപ്പോൾ. അത് നല്ല നിലയിൽ കൃഷിയെ നമുക്ക് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. കാർഷിക മേഖലയിലെ നൂതന സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. KVK, ആത്മാ കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സന്തുലിത വളപ്രയോഗം എന്ന വിഷയത്തിൽ കർഷക സെമിനാർ ക്ലാസ് ദിവാകരൻ നടുവനാട് കൈകാര്യം ചെയ്തു. മണ്ണ് പരിശോധിച്ച് അതിന്റെ ഘടനയും പോഷകാംശങ്ങളും മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ മണ്ണിനാവശ്യമായ പരിചരണം നൽകിയ ശേഷം മാത്രം കൃഷി ആരംഭിക്കണമെന്നും എങ്കിൽ മാത്രമേ മികച്ച വിളവ് ലഭിക്കുകയുള്ളൂ എന്നും ജൈവ കൃഷിയെയും സാധ്യതകളെക്കുറിച്ചും വളപ്രയോഗത്തെയും തുടങ്ങി നിരവധി വിഷയങ്ങൾ ക്ലാസ്സിൽ വിശദീകരിച്ചു. വാഴ നടുമ്പോൾ എന്ത് കൃഷിയും ചെയ്യും. കുമ്മായം പ്രയോഗിക്കണം എല്ലാവർക്കും അറിയാലോ. ചെയ്യാറുണ്ട് ആരെങ്കിലും കുമ്മായം? ചെയ്യാറുണ്ടോ? കുറേയാൾ ചെയ്യാറുണ്ട്, കുറേയാൾ ചെയ്യാറില്ല. മണ്ണ് പരിശോധിക്കാറുണ്ടോ? അതെങ്കിലും മണ്ണ് വളരെ കുറവാണ് വരുന്നത്. ഇതിപ്പോൾ ഒരാഴ്ച മുമ്പേ കൃഷിഭവനിൽ മണ്ണ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മണ്ണ് കർഷകരെടുക്കുന്ന മണ്ണ് എടുത്തുകൊണ്ട് പിന്നെ മണ്ണ് പരിശോധിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് വരെ പിന്നെ എല്ലാ കൃഷിഭവനുകളും. പരിപാടിയുടെ ഭാഗമായി നടന്ന കർഷക സദസ്സിൽ കൃഷിരീതികളെക്കുറിച്ചും കാർഷിക മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചും ഉദ്യോഗസ്ഥരും കർഷകരും ചർച്ച ചെയ്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന ഞാറ്റുവേല ചന്തയിൽ സൗജന്യ പച്ചക്കറി തൈ വിതരണം, നടീൽ വസ്തുക്കളുടെ വിപണി, കുടുംബശ്രീ ചന്ത, ഫാർമർ രജിസ്ട്രി ക്യാമ്പ് എന്നിവ കർഷകർക്കായി ഒരുക്കിയിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പവിത്രൻ പായം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത രജിത്ത്, വാർഡ് മെമ്പർ ടോമി മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി നിതിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മധുസൂദൻ C നന്ദി രേഖപ്പെടുത്തി. ഗ്രാമസഭയിൽ കൃത്യമായി പങ്കെടുക്കുക, ഗ്രാമസഭയിൽ പങ്കെടുത്തതിന് ശേഷം എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് അറിയാം. അറിഞ്ഞതിന് ശേഷം അപേക്ഷകരുടെ കൂടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സമർപ്പിക്കേണ്ടതെന്ന് അറിയാം. ഇത്രയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാവും വാർഡ് മെമ്പർമാരെ ഏൽപ്പിക്കാം. ഇത്രയും മാത്രം ചെയ്താൽ വാർഡ് മെമ്പർമാർ അപേക്ഷ കൃഷിഭവനിലേക്ക് നൽകും. പ്രൈം മിഷൻ ന്യൂസ്, ഇരിട്ടി.